രാവിലെ നല്ല ഉഗ്രൻ മഴയാട്ടോ. നമുക്ക് ആദ്യം ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടാലോ? നമുക്കത് കേട്ടിട്ട് വരാം. എനിക്ക് ഇവിടുത്തെ ഒരു സാധാരണ കുറഞ്ഞ പിള്ളേർക്ക് കൊടുക്കുന്ന പനഡോള് പോലും പിടിക്കത്തില്ല. അലോപ്പതി ഇപ്പം ഭയങ്കര പ്രശ്നമാണ്. അത് കഴിക്കുമ്പോഴേ ഭയങ്കര വയ്യാഴിക. ഹോമിയോയാ ഇപ്പൊ കഴിക്കുന്നത്. നാട്ടിൽ വന്ന് പനി പിടിച്ചപ്പോഴും മറ്റേ ഞങ്ങളുടെ അവിടുത്തെ കളിക്കത്തേക്കാരെ ആ ഡോങ്ങയില്ലേ ഡോക്ടർ, പുള്ളിയുടെ മോള് ഡോക്ടറാ. അപ്പൊ അവളുടെ അടുത്ത് പോയിട്ടാ മരുന്ന് മേടിച്ചത്. അന്നേരമാ പനി കുറഞ്ഞത്. അല്ലാതെ പിടിക്കത്തതേ ഇല്ല. ലൈഫ് ലൈനിലൊക്കെ പോയി രാവും പകലും കിടന്നിട്ട് പോലും കുറവില്ലായിരുന്നു. ഹോമിയോ അയച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കുറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പിടിക്കുന്നുണ്ടത്. മറ്റേ പാരസിറ്റമോൾ പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇപ്പം. അത് പിള്ളേരുടെ പോലും കഴിക്കാൻ പറ്റത്തില്ല, കുറഞ്ഞ ഇതിലുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അതായത് ഈ ഒരു കാരണവശാലും ആ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്രയ്ക്ക് അലർജിക് ആയിട്ടുള്ള, എല്ലാ മരുന്നിനോടും അലർജിയുള്ള, ഈവൻ ഒരു പാൻഡോസിഡ് പോലും കഴിക്കാൻ പറ്റാത്ത, ഒരു സിട്രസിൻ പോലും കഴിക്കാൻ അലർജിയുള്ള രോഗികൾ അപ്പൊ എന്ത് ചെയ്യണം? അവരേത് മരുന്ന് കഴിക്കണം? അവരേത് ഡോക്ടറെ കാണണം? അതോ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവര് ഒന്നും ചെയ്യേണ്ട, അവര് അങ്ങനെ പൊക്കോട്ടെ എന്നാണോ? അവരുടെ അസുഖം വന്നാൽ എന്ത് ചെയ്യണം? അങ്ങനെ കുറെ രോഗികൾ എനിക്കുണ്ട്. അവര് പ്രാർത്ഥിച്ചാണ് വരുന്നത്, ദൈവമേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരല്ലേ, അല്ലെങ്കിൽ സ്ട്രോക്ക് ഒന്നും വരല്ലേ, ഡോക്ടറിനെ നോക്കിക്കോണേ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അവരെ ഒരു അബോധാവസ്ഥയിൽ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരും എന്തായാലും ഉറപ്പായിട്ടും അലോപ്പതി ഹോസ്പിറ്റലാകുമ്പോൾ അവർ മരുന്ന് ചെയ്യും. അപ്പൊ ഇവർക്ക് ഇത് ഇത്ര സിവിയർ അലർജി ആണെന്നുള്ള കാര്യം അവരറിയുന്നില്ലല്ലോ, ചികിത്സിക്കുന്ന ഡോക്ടറൊന്നും അറിയുന്നില്ല. അപ്പൊ അത് വളരെ അപകടകരമായ ഒരു കണ്ടീഷനിലോട്ട് പോകും. അഞ്ചന്യൂറോട്ടിക് എഡിമ പോലുള്ള കണ്ടീഷനിലോട്ട് വരെ ജീവൻ വരെ നഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലോട്ട് പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവര്, സിവിയർ അലർജിക് ആയിട്ടുള്ളവര് അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കൊരു തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ, നമുക്കൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉള്ളത് നല്ലതല്ലേ? പൊതുജനങ്ങൾക്ക് നല്ലതല്ലേ? ഒരു ചെറിയൊരു മൂക്കിപ്പനി വന്നാൽ പോലും ആൾക്കാർ വേറെ ഒരു ഡോക്ടർമാരുടെ അടുത്തോട്ടും പോകരുത്, ഒരു സിസ്റ്റത്തിലോട്ടും പോകരുത്, ഒരു ഡോക്ടർമാരുടെ അടുത്തോട്ടും പോകരുത്. എല്ലാവരും നമ്മുടെ അടുത്തോട്ട് തന്നെ വരണം. അതിനെന്തോ ആദ്യം വേണ്ടത്, ചുറ്റുമുള്ള ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഓരോന്നിനെ പറിച്ച് കളയണം. അതിനു വേണ്ടിയിട്ടുള്ള ഓരോരോ ശ്രമങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ വഴി ചില ഡോക്ടർമാർ, എല്ലാവരും ഇല്ല, കുറച്ച് ഡോക്ടർമാർ ചെയ്യുന്ന പരിപാടികൾ കുറച്ച് നാളുകളായിട്ട്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഇതിപ്പം ഇപ്പോഴായാലും നമുക്ക് പേഷ്യൻസിന് കുറവൊന്നുമില്ല, വരുന്നവരൊക്കെ പക്ഷെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻഡോക്രൈനോളജി ഡോക്ടർ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരൻ ഒരുപാട് പേഷ്യന്റ് ഉണ്ട്. അപ്പം പുള്ളി ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിയെ കാണുന്നതിന് തൊട്ട് മുമ്പ് പുള്ളിയുടെ OP യിൽ വന്നിട്ട് 250 രൂപ നമ്മൾ അടയ്ക്കണം. 250 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് നമ്മളെ ഒന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം കേൾക്കും. കേട്ടതിന് ശേഷം ഡോക്ടറെ കാണേണ്ട കാര്യം ഉണ്ടെങ്കിൽ, എൻഡോക്രൈനോളജി ആണെങ്കിൽ മാത്രം പുള്ളിയെ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ 250 രൂപ പോയി. എന്നിട്ട് പുള്ളി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, സൗകര്യമുള്ളവർ വന്നാൽ മതി എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ പേജിലോട്ടൊന്ന് കയറി നോക്കിയാൽ മതി. ഞാൻ ഇന്ന് രാവിലെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഡോക്ടർ ആകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മനുഷ്യപ്പറ്റ് അല്ലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതില്ലാതെ എത്ര വലിയ ഡോക്ടറായിട്ടും ഒരു കാര്യവുമില്ല. ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അവനവന്റെ പേഴ്സണൽ ലൈഫിലും അത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കും. പൊതുജനങ്ങൾക്ക് ചികിത്സ തേടാൻ വേണ്ടി 3, 4, 5 ഓപ്ഷൻ നമുക്കിപ്പോൾ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ മോഡേൺ മെഡിസിൻ എടുക്കാം, അതല്ലെങ്കിൽ ആയുർവേദം എടുക്കാം, അല്ലെങ്കിൽ ഹോമിയോപ്പതി എടുക്കാം. അങ്ങനെ ആയുഷിന്റെ ഏത് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ഏത് വേണമെന്ന് അവനവന്റെ തീരുമാനമാണ്. പക്ഷേ ആ അവസ്ഥയിലാണ് ഇവരുടെ ഇത്ര ധാർഷ്ട്യം. 250 രൂപ തന്നാലേ, അല്ലെങ്കിൽ 250 രൂപ തന്നാലേ ഇങ്ങനെ പറ്റൂ എന്നുള്ളത്. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കുക, ആയുഷ് സിസ്റ്റം ഒന്നുമില്ല. നമുക്ക് എന്ത് അസുഖം വന്നാലും, ഒരു മുക്കിപ്പനി വന്നാലും തുമ്മൽ വന്നാലും നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ്? നല്ല രസമായിരിക്കും. ഇനി മുതൽക്ക് എൻ്റെ ഹോസ്പിറ്റൽ ടൈം കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ ടൈമിൽ ഞാൻ പേഷ്യൻസിനെ നോക്കുമ്പോൾ ഒരു 250 രൂപ നേരത്തെ അടച്ച് എൻ്റെ സ്റ്റാഫ് അവരെ ഇവാലുവേറ്റ് ചെയ്ത് ആക്ച്വലി എൻഡോക്രൈൻ കണ്ടീഷനാണോ, എന്നെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രം എന്നെ കാണാൻ വന്നാൽ മതി. അത് ഞാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാരും പൈസ അടച്ചിട്ട് ഡോക്ടറെ കാണേണ്ടി വന്നില്ലെങ്കിൽ ഞങ്ങളുടെ പൈസ വേസ്റ്റ് ആവില്ലേ? അങ്ങനെയുള്ളവർ വരണ്ട. എനിക്ക് യാതൊരു നിർബന്ധമില്ല. എൻ്റെ പേഴ്സണൽ ടൈം മാറ്റി വെച്ചിട്ടാണ്, എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ഞാൻ പേഷ്യൻസിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. ആദ്യമായിട്ട് വരുന്നവർ, രണ്ടാമതോ മുന്നേ കണ്ട് ആൾക്കാർക്കൊന്നും ഈ പ്രശ്നമില്ല, അവർക്കൊക്കെ തുടർന്ന് തന്നെ കാണിക്കാൻ വരാം. പക്ഷേ ആദ്യമായിട്ട് കാണിക്കാൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 250 രൂപ കൊടുത്ത് എൻ്റെ സ്റ്റാഫിനോട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വർക്കപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് എൻഡോക്രൈൻ കേസ് ആണെങ്കിൽ മാത്രം എന്നെ കാണാൻ വന്നാൽ മതി. അല്ലാത്ത ആൾക്കാർ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് 250 രൂപ നഷ്ടം വരുന്നുള്ളൂ. അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെ വരാൻ തയ്യാറുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി. താങ്ക് യു.